സുധീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും, നേരത്തെ ആര്യശ്രീ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വരാൻ കഴിയുന്നു, അല്ലെങ്കിൽ ജോലിയുള്ള ആളുകൾക്കും ഒക്കെ, ഇത് കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി ഇത്തവണ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കും കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ട്രാഫിക്കിലൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എവിടെയാണ് ഇപ്പോൾ സുധീഷ് ഉള്ളത്? ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ടോ സുധീഷ് ഗോപാൽ? വിനോദ്, ആര്യ, ഇപ്പോൾ ആളിൻ്റെ ഒരു തിരക്ക് ആരംഭിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷൻ. ഇവിടെയാണ് കൂത്തമ്പലം, തൃപ്പൂണിത്തറയിലെ നിരവധി കലാപരിപാടികളെല്ലാം അരങ്ങേറുന്ന കൂത്തമ്പലത്തിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 200 മീറ്ററേ ഉള്ളൂ ഈ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിന്. അവിടെ നിന്നും ഈ ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ റോഡിലൂടെയാണ് ഈ ഘോഷയാത്ര ഇവിടേക്ക് വരുന്നത്. ഇവിടെ നിന്നും വന്ന് ചുറ്റിക്കറങ്ങി വീണ്ടും ഇതുവഴി തന്നെ ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വീണ്ടും പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇവിടെ വലിയ ആൾത്തിരക്കാണ് ഇപ്രാവശ്യം. വിനോദ് പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന, ഓരോ മലയാളിയുടെയും ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിനുള്ള ആ ഒരു തിരക്ക്, അതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രാഫിക് നിയന്ത്രണം അടക്കം രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കും. ഏതാണ്ട് 10:45 ഇവിടെ ഘോഷയാത്ര എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ നാട്ടുകാരൻ വിൽസൺ ചേട്ടനോട് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രീതി എന്നതൊന്ന് ചോദിക്കാൻ. ചേട്ടാ, എങ്ങനെയാണ് ഓരോ വർഷവും ഇതിൻ്റെ പകിട്ട് കൂടി വരുന്നതാണോ കാണുന്നത്? പകിട്ട് കൂടി വരിക, കുറയണമെന്നില്ല. കാരണം ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണല്ലേ. ഇതൊരു ദേശീയ ഉത്സവം പോലെ ആയല്ലോ. അപ്പോൾ അത്തച്ചമയത്തിന് തന്നെ ഒരു മാഹാത്മ്യം ഈ നാട്ടുകാരും കാണുന്നുണ്ട്, അധികാരികളും ഇവിടുത്തെ ഭരണസമിതികളെല്ലാം അതിന് മുൻകൈ എടുത്ത് എല്ലാം നല്ല രൂപത്തിൽ കൊണ്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കും? റൂട്ട് തൃപ്പൂണിത്തുറ ഇവിടെ നിന്ന് ഇറങ്ങി, ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാൻഡിൽ വന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാച്യുവിൽ വരിക. സ്റ്റാച്യുവിൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്കേക്കോട്ട നേരെ SN ജംഗ്ഷൻ, നേരെ വടക്കേക്കോട്ട തിരിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രേസ്യ ക്ഷേത്രം വഴി ഫ്രണ്ടിൽ കൊണ്ട് നേരെ സ്റ്റാച്യുവിൽ വീണ്ടും വരും. അവിടെ നിന്ന് നേരെ കിഴക്കേക്കോട്ട ചെന്നിട്ട് വൈക്കം റോഡ് കയറിയിട്ട് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ മുൻഭാഗത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. ഇതോടാണ് സാധാരണ ഇവിടുത്തെ ഒരു ഓണാഘോഷത്തിനൊക്കെ ഒരു തുടക്കം. ഇതാണ്, അവസാനിക്കുന്നില്ല. ഈ ഓണത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുള്ളൂ. ഓണം 26-ാം തീയതി അല്ലേ. അതിൻ്റെ തലേദിവസം രാത്രിത്തോടു കൂടിയാണ് ഇവിടുന്ന് രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ശൂന്യത വരുള്ളൂ. അതുവരെ നല്ല ജനക്കൂട്ടായിരിക്കും. കടകളിലൊക്കെ അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ എല്ലാ കടകളിലും നടക്കും. ജനങ്ങൾ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്. അത് കാണാനൊക്കെ ഇഷ്ടംമാരെ ആളുകൾ വരും. അതുപോലെ 10 ദിവസത്തെ കലാപരിപാടികൾ ഈ കൂത്തമ്പലത്തിൽ നടക്കുന്നുണ്ട്. അതും കാണാനായിട്ട് ജനങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഒരു സൈഡ് മുഴുവൻ പൂക്കച്ചവടക്കാരുണ്ട്. അത്യാവശ്യം നല്ലൊരു മേളയായിരിക്കും ഇവിടെ 10 ദിവസത്തേക്ക്. ഇനിയിപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ആളിപ്പോൾ 9 മണിയോടുകൂടി ഏതാണ്ട് ഇപ്പോഴത്തെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവണ്ണം ജനം വന്നു ചേരും. എവിടെ നിന്നൊക്കെ വന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതിന് മാത്രം ആളായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ചും പറയണ്ട, എല്ലാവർക്കും ഒന്ന് അവധിയാണല്ലോ. ഇതൊരു നേരം പോക്ക് പോലെ ഇവിടെ വന്ന് എല്ലാം കണ്ട് ഉച്ചയാകുമ്പോൾ കുറേ പർച്ചേസിങ് എല്ലാം ചെയ്ത് വീട്ടിലേക്ക് പോകാം. ഏതാണ്ട് ഈ ചുറ്റളവിൽ 10-30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളൊക്കെ തൃപ്പൂണിത്തുറയിൽ എത്താറുണ്ട്. നമ്മുടെ ഈ തൃപ്പൂണിത്തറക്കാർക്കാണ് ഇത് ഏറ്റവും ആഘോഷം. പുറത്തുനിന്ന് വന്നവർക്കും ആഘോഷമുണ്ട്, തൃപ്പൂണിത്തറക്കാർക്കുണ്ട്. തൃപ്പൂണിത്തറക്കാർക്ക് ഇതൊരു ആഘോഷം തന്നെയാണ്. ഇന്ന് മുതൽ ഓണത്തിൻ്റെതായിട്ട് തുടക്കമായി. വ്യാപാരികളെല്ലാവരും തയ്യാറായി കഴിഞ്ഞ് 10 ദിവസത്തെ കച്ചവടത്തിന് വേണ്ടി എല്ലാവരും ലക്ഷങ്ങളും മുടക്കി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയമാണ് ഇപ്പം. സാധാരണ എങ്ങനെ ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ആനയടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ, കലാപരിപാടി, ടാബ്ലോകൾ, പിന്നെ കാവടിയാട്ടങ്ങൾ, വളരെ വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്രയാണ്. സ്കൗട്ടുകൾ, സ്കൂൾ കുട്ടികളുടെ സ്കൗട്ടുകൾ ഉണ്ടാവും. എല്ലാം നല്ല രൂപത്തിൽ കൊണ്ട് തന്നെ നടക്കുന്നത്. കാണാൻ മാത്രമുണ്ട് എല്ലാം. അതുതന്നെയാണ് ഇത് പഴയ രാജഭരണകാലത്തെ വിളംബരത്തിനും മറ്റും ഉപയോഗിക്കുന്ന ആ ചെണ്ടയടക്കം ഇതിൽ അണിനിരക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് പുലികളി, മറ്റ് കാവടിയാട്ടം, അതോടൊപ്പം തന്നെ തെയ്യം അടക്കമുള്ളത്, ചെണ്ടമേളം, അങ്ങനെ വളരെ ഗംഭീരമായ പരിപാടികളായിരിക്കും ഉണ്ടാവുക. അത് കാണാൻ ഈ ചുറ്റളവിൽ ഉള്ള നിരവധി പേര് ഇവിടെ തിങ്ങിക്കൂടുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളവും
അവരുടെ ആഘോഷം കൂടി ഇതോടെ തുടക്കമാവുകയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ ഇന്ന് മുതലാണ് ആരംഭിക്കുക എന്നതാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു കാര്യം. ആ രീതിയിൽ ഇന്ന് കേരളത്തിലെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നു. അത് ഏതാണ്ട് 10:45 ഇവിടെ എത്തും ആദ്യ ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് റൗണ്ട് അടിച്ച് വീണ്ടും ഇതുവഴി തന്നെയാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എന്തു തന്നെയായാലും വലിയ ഒരു ആവേശത്തോടെയാണ് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെല്ലാം തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയെ കാണുന്നത്. ഇതിൻ്റെ ഒരു രാജഭരണ കാലം മുതലുള്ള രാജാവിൻ്റെ എഴുന്നള്ളത്തായിരുന്നു പണ്ടെങ്കിൽ, ഇന്നത് നഗരസഭയും ടൂറിസം വകുപ്പും ഏറ്റെടുത്ത് നടത്തുന്നു. നഗരസഭ 1 കോടി രൂപയും ടൂറിസം വകുപ്പ് 3 ലക്ഷം രൂപയുമാണ് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത്. ഒപ്പം ഏതാണ്ട് 2000-ലധികം കലാകാരന്മാർ, അതോടൊപ്പം തന്നെ നാടാകെ ഇതിൽ അണിചേരുന്ന ഒരു കാഴ്ചയാണ്. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ആൾക്കൂട്ടങ്ങളെല്ലാം തന്നെ ഈ തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളിൽ നിരക്കും എന്നതും ഇതിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു. ആ രീതിയിൽ വലിയ ഒരു ഉത്സാഹത്തോടെ ഓരോ ജനങ്ങളും ഇതിൽ പങ്കാളികളാകാൻ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് അങ്ങനെ തന്നെയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര എല്ലാവിധ പ്രൗഢിയോടെയും ഓരോ വർഷവും അത് ഗംഭീരമായി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ പറയും, എന്താണ് ഇപ്പോൾ ഓണമൊന്നുമില്ല, എവിടെ ഓണമൊന്നും പഴയ പോലെ ഇല്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ തൃപ്പൂണിത്തുറയിലേക്ക് ഇന്നൊന്ന് പോവുക. എന്താണ് ഓണമെന്ന് കണ്ടു തന്നെ മനസ്സിലാകും. എല്ലാ വാദ്യരൂപങ്ങളുണ്ട്, എല്ലാ കലാരൂപങ്ങളുണ്ട്, നാടൻ കലകളുണ്ട്, നൃത്തരൂപങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത കലാരൂപങ്ങൾ, കണ്ടാലും മതിവരാത്ത. ഈ നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ നിൽക്കുന്ന ചെറിയ കലാരൂപങ്ങളും ചെറിയ അനുഷ്ഠാനങ്ങൾ മുതൽ നമ്മളെല്ലാം അറിയുന്ന വലിയ കഥകളി മുതൽ അത്തരത്തിലുള്ള എല്ലാ സമഗ്രമായ സമസ്തമായ കേരളത്തിന്റെ സമ്പൂർണമായ കലാവിശേഷം, കലാവിരുന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതെ.